ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം ഇന്ത്യക്ക് പുറത്തു പോയിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കപ്പെടണം. കാരണം അസന്നിഗ്ധമായി കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു, ശബരിമലയിൽ നിന്ന് 2018 വിജയ് മല്യ സ്വർണം ക്ലാഡ് ചെയ്ത സ്വർണ്ണപ്പാളികൾ ഉറപ്പിച്ച ദ്വാരപാലക വിഗ്രഹമല്ല അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നത്. അതായത് അത് അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നത് 39 ദിവസം കഴിഞ്ഞിട്ടാണ് ശബരിമലയിൽ നിന്ന് ഈ വിഗ്രഹം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. 39 ദിവസം എവിടെയായിരുന്നു? ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലുണ്ട്. അതായത് ഈ 39 ദിവസത്തിനിടയിൽ ഈ വിഗ്രഹത്തിൻ്റെ സമാനമായ മോൾഡ് ഉണ്ടാക്കി, എന്നിട്ട് വേറെ ചെമ്പ് ദ്വാരപാലക രൂപങ്ങളുണ്ടാക്കി, ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഡ്യൂപ്ലിക്കേറ്റാണ് പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത്. സ്വർണ്ണപ്പാളികളിൽ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് 1.564 1.564 കിലോഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നു. മൊത്തത്തിൽ 4 കിലോയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 1.5 കിലോയിലേറെ സ്വർണം പൊതിഞ്ഞിരുന്ന ആ വിഗ്രഹമല്ല, ദ്വാരപാല വിഗ്രഹമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയതും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട വിഗ്രഹം എങ്ങോട്ട് പോയി? 2 സാധ്യതകളാണ് ഞാൻ ഈ രംഗത്തുള്ള ചില ആളുകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചത് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്, അവർ പോലീസ് അന്വേഷണം വരുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് വിവരം കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്ന്, ഈ സാധനം ഊരിക്കൊണ്ട് പോയതിന് ശേഷം അത് ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണറാണ് ഈ ഭഗവാന്റെ എല്ലാ സ്വത്തുവകകളുടെയും ആഭരണങ്ങളെയും കസ്റ്റഡി ചെയ്തത്. തിരുവാഭരണം കമ്മീഷണറെ അറിയിച്ചില്ല, പിന്നെ ദേവസ്വം വിജിലൻസിനെ അറിയിക്കാതെയാണ് ഇത് അവിടെ നിന്ന് നീക്കിയതും കൊണ്ടുപോയതും. 98 വിജയ് മല്യ കൊടുത്ത 30.3 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടാണ് ശ്രീകോവിലിൻ്റെ വാതില്, ദ്വാരപാലക വിഗ്രഹങ്ങൾ, മേൽക്കൂര ഇത്രയും സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ് 1900 കിലോ ചെമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ചെമ്പിൻ്റെ പാളി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെയാണ് സ്വർണ്ണപ്പാളികൾ ഫിറ്റ് ചെയ്തത്. ഇതെങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി ഉണ്ടാക്കിയതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ വിശദമായി പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്ന് 53ഓളം ജീവനക്കാർ അവിടെ ഇരുന്നിട്ടാണ് സന്നിധാനത്തിലാണ് ഉണ്ടാക്കിയത്. ഇത് അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം ദേവസ്വം വീഡിയോഗ്രാഫി ചെയ്തിട്ടില്ല. 98 സ്വർണ്ണപ്പാളികൾ ഉറപ്പിച്ചത് സ്വർണം മങ്ങിപ്പോയി എന്ന് പറഞ്ഞ് 99 അഴിച്ചുകൊണ്ട് പോയി. 2019 അഴിച്ചുകൊണ്ട് പോയി. അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നത് ഒറിജിനൽ. രണ്ടും നടക്കുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളത് പറഞ്ഞു വെക്കണം നമ്മൾ എന്തായാലും. കാരണം ഞാൻ പിണറായി വിജയൻ അഴിച്ചുകൊണ്ട് പോയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിഞ്ഞുകൊണ്ട് ചില ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ പതിച്ച ഈ രൂപം അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഉത്തരവാദപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള ആളുകളെങ്കിലും, ദേവസ്വം മന്ത്രി പറഞ്ഞ് കാണത്തില്ലായിരിക്കാം, പ്രസിഡന്റെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവണം. വാസു എന്ന് പറയുന്നൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അയാളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ പ്രതികരണം വന്നിട്ടുണ്ട്, ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ സംഭവിച്ചു. നോക്കാം, അതിപ്പോൾ കോടതിയുടെ മുമ്പ് ആ രേഖകളുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അയാളുടെ മൗനം തന്നെ സംശയകരമായിരുന്നു. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ അറിഞ്ഞിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെ ആവണം ഇത് പോയത്, അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. അപ്പോൾ ഞാൻ സംസാരിച്ച ആളുകൾ പറയുന്നത്, അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി, വേറെ മോൾഡ് ഉണ്ടാക്കി, സമാനമായ മോൾഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആദ്യം ഇതിൻ്റെ മീതെ ഈ സ്വർണം അങ്ങോട്ട് മാറ്റും, സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റുക, അതിനുശേഷം അതിൻ്റെ മീതെ മെഴുക് പുരട്ടുക, മെഴുക് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് സെയിം അച്ച് കിട്ടും. ആ അച്ചിൽ പുതിയ ചെമ്പൊരുക്കി പുതിയ സാധനം ഉണ്ടാക്കുന്നു. അതാണ് കൊണ്ടുവന്നത്. അതാണ് 4 കിലോയുടെ വ്യത്യാസം വന്നത്. സ്വർണത്തിൻ്റെ തൂക്കം കുറഞ്ഞു. രണ്ടാമതുണ്ടാക്കിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ചെമ്പിൻ്റെ അത്രയും ചെമ്പ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്. പക്ഷെ പിടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ മഹസർ രേഖപ്പെടുത്തിയില്ല, തൂക്കം രേഖപ്പെടുത്തിയില്ല. അങ്ങനെയുണ്ട്. സഹായിക്കാനൊന്നും ഇടപാടെല്ലാം സഹായിച്ചിട്ടുണ്ട്. കാരണം അഴിച്ചുകൊണ്ട് പോകുമ്പോൾ വിജയ് മല്യ സ്വർണ്ണപ്പാളി പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളുള്ള വിഗ്രഹം എന്ന് പറഞ്ഞില്ല, മഹസറിൽ രേഖപ്പെടുത്തിയ ചെമ്പ് ദ്വാരപാലകർന്ന് എഴുതി വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത, കാരണം രേഖ നോക്കുമ്പോൾ ചെമ്പ കൊണ്ടുപോയത്. മനസ്സിലായില്ല? അപ്പോൾ സ്വർണ്ണം എവിടെ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ്. അതിബുദ്ധി ആപത്താണെന്ന് പറഞ്ഞ പോലെ പറ്റിയ ഒരു അബദ്ധമാണ്. അബദ്ധമല്ല, പെട്ടതാണ്, അയ്യപ്പൻ പെടുത്തിയതാണ്. അപ്പോൾ ഇതവിടെ കൊണ്ടുപോയി. അപ്പോൾ മോൾഡ് ഉണ്ടാക്കി. അതിനുശേഷം ഈ സാധനം സ്വർണം ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും. കേരളത്തിൽ പോലും ആളുകളുണ്ടാവും.
ഭഗവാന്റെ കാവൽ ശ്രീകോവിലിന് മുന്നിലിരുന്നതാണ് എന്ന് പറഞ്ഞ വലിയ ക്രെഡിറ്റ് കഴിയുന്ന ഇന്ത്യയിലെ സമ്പന്നരുണ്ടാവും, വിദേശത്തുണ്ടാവാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഒരു പ്രശസ്തമായ ഒരു കേസ് നടക്കുന്നുണ്ട്. എലഫന്റ് ജി രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കൊടുത്ത ഒരു കേസ് ജസ്റ്റിസുമാരായ BV നാഗരത്നയും R മഹാദേവനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ആ കേസ് നമ്മൾ ചർച്ച ചെയ്താണ്. അതായത് 376 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കാണാതെ പോയി. 38 പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ കേസുണ്ടായിരുന്നത്. അതിൽ 41 പോലീസ് സ്റ്റേഷനുകളിലെ ഫയലുകൾ കത്തിപ്പോയി. 41 പോലീസ് സ്റ്റേഷനിലല്ല, 38 പോലീസ് സ്റ്റേഷനുകളിലായി ഉണ്ടായിരുന്ന 41 കേസ് ഫയലുകൾ ഒരേ ദിവസം കത്തിപ്പോയി. അപ്പോൾ കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു, എടാ ഇതെങ്ങനെയാണ് 38 പോലീസ് സ്റ്റേഷൻ, 41 ഫയലും 378ഓളം വിഗ്രഹങ്ങൾ കടത്തിയത്, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതെല്ലാം കൂടെ എങ്ങനെ ഒറ്റയടിക്ക് ഈ വേറെ ഫയലിലൊന്നും ഒരു കേടുമില്ല. അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ട് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മാത്രം എങ്ങനെ കത്തിപ്പോയി എന്നാണ് സുപ്രീം കോടതി ആശ്ചര്യപ്പെട്ടത്. എന്നിട്ട് സുപ്രീം കോടതി ചോദിച്ചു, അല്ല നീ സർക്കുലർ വല്ലതും ഇറങ്ങിയായിരുന്നോ, എല്ലാ ഫയലും ഒന്നിച്ച് കത്തണം എന്ന് പറഞ്ഞൊരു സർക്കുലർ വല്ലതും ഇറങ്ങിയായിരുന്നു എന്നുവരെ സുപ്രീം കോടതി ചോദിക്കുന്നൊരു സംഭവം ഉണ്ടായത് 2 ആഴ്ച മുമ്പാണ്. അപ്പോൾ വിഗ്രഹ മോഷണ റാക്കറ്റ് എന്ന് പറയുന്നത് അതിപ്രബലമായൊരു റാക്കറ്റാണ്. അത് ഇന്ത്യയിൽ വളരെ സജീവം. ഇന്ത്യയിലെ നമ്മൾ വിദേശത്ത് പലയിടത്തും പോയാൽ വിദേശത്തെ മ്യൂസിയം, പ്രത്യേകിച്ച് ലണ്ടനിലേക്ക് മ്യൂസിയത്തിൽ അപൂർവമായ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. അത് ഓരോന്നും എവിടെ നിന്ന് ആരുടെ പക്കൽ നിന്ന് വാങ്ങിയതാണ് എന്ന് എഴുതി അതിൻ്റെ വില കൂടെ കാണിക്കുന്ന തരത്തിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് കിട്ടും. അതിനകത്ത് എന്നോടൊരാൾ പറഞ്ഞത്, അവിടെ ചെന്നിട്ട് ചില വിഗ്രഹങ്ങളിൽ മലയാളികളുടെ പേര് കണ്ടു. ആ മലയാളികളുടെ കയ്യിൽ നിന്ന് വാങ്ങി മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹം മലയാളിക്ക് എവിടുന്ന് കിട്ടി? അതൊരു ചോദ്യം. ക്ഷേത്രങ്ങളിലെ വിഗ്രഹം, അതിൻ്റെ വില, എത്ര രൂപയ്ക്ക് വാങ്ങി എന്നുള്ള വില ഉൾപ്പെടെ ഇത് കളക്ട് ചെയ്ത് മ്യൂസിയത്തിന് സംഭാവന ചെയ്ത ആളുടെ പേര് അയാളുടെ ബഹുമാനാർത്ഥം പ്രദർശിപ്പിക്കും, അവർ കാണിക്കുന്നതാണ്. പക്ഷെ ചോദ്യം ഇവിടെയാണ്, ഈ മലയാളിക്ക്, ഈ ഇന്ത്യക്കാർക്ക്, ഈ തമിഴന് എവിടെ നിന്ന് കിട്ടി ഈ വിഗ്രഹം? ലോകത്തിലെ എവിടെയെങ്കിലും ഒരു മ്യൂസിയത്തിൽ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരുടെ രൂപം എന്ന് പറഞ്ഞ് ഇത് വരുമോ? അതോ ആരുടെയെങ്കിലും സ്വകാര്യ പൂജാമുറിയുടെ വാതിക്കൽ ശബരിമല ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞ് ചിലപ്പം നമുക്കാർക്കും കാണാൻ വയ്യാത്ത വലിയ സമ്പന്നരായ ആളുകളുടെ വീട്ടിലായിരിക്കാം. ഇപ്പോൾ വാർത്തകളുണ്ടല്ലോ, ഈ ശബരിമലയിലെ ചെറിയ വിഗ്രഹങ്ങളുണ്ടല്ലോ, ഈ ചെറിയ ഉപദേവതാ പ്രതിഷ്ഠ അടക്കമുള്ളതൊക്കെ ചില വീടുകളിൽ കൊണ്ടുപോകും. ആരും അറിയാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വീടുകളിൽ വെച്ച് പൂജിക്കാൻ കൊടുക്കുമായിരുന്നു, വലിയ പൈസ വാങ്ങിച്ചിട്ട്. ശബരിമലയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. എത്ര ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ കോടതി, സർക്കാർ നോക്കൂ, ഒരു മോഷണം നടന്നെന്ന് ഉറപ്പായിട്ട് സർക്കാർ സ്വമേധയാ ഒരു കേസെടുത്തില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയും കേരളത്തിലെ വാകത്താനം ഉൾപ്പെടെ ഉള്ള പല പോലീസ് സ്റ്റേഷനുകളെയും SHOമാരെ കോടതി തീരുമാനിച്ചു. നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള സത്യസന്ധരായ ഓഫീസർമാരെ കോടതി തീരുമാനിച്ചിട്ട് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. സർക്കാർ എന്താ, അയ്യപ്പ സംഗമം നടത്തിയ പിണറായി വിജയൻ്റെ സർക്കാർ എന്ത് ചെയ്തു? മോഷണം ഉറപ്പായല്ലോ, ഒന്നും ചെയ്തില്ല. പിണറായി വിജയൻ ഒരു വാക്ക് ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അയ്യപ്പ ആഗോള സംഗമം നടത്തി അയ്യപ്പ വിശ്വാസികളെ കയ്യിലെടുക്കാൻ ശ്രമിച്ച സർക്കാരിന്, ദേവസ്വം ബോർഡിന്, പിണറായി വിജയന് അയ്യപ്പൻ കൊടുത്ത പണിയാണിത്. കാരണം വീണ്ടും വലിയ ചർച്ചയായിരിക്കുന്നു. കാരണം ഈ പറയുന്ന തിരിമറിയും ക്രമക്കേടും അതിൻ്റെ ഭാഗമായിട്ടുള്ള കൊള്ളയും നടന്നിരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ കേരളം ഭരിച്ച കാലത്താണ്. ഇപ്പോഴും പിണറായി വിജയനോ വാസവനോ ഒന്നും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ദേവസ്വം ബോർഡിൽ അങ്ങനെയാണ്. ദേവസ്വം ബോർഡിൽ എക്കാലത്തും നടക്കുന്ന കടുത്ത അഴിമതി, കടുത്ത കൊള്ള, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു. അതായത് ഞാൻ ശബരിമലയിൽ തീവയ്പുണ്ടായതിന് ശേഷം ആദ്യം ഉണ്ടായിരുന്ന വിഗ്രഹത്തിൻ്റെ കൈയൊക്കെ തല്ലി ഓടിച്ചല്ലോ. ആ വിഗ്രഹം മാറ്റിയിട്ട് പുതിയ വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹമാണോ ഇപ്പോൾ അതിനകത്തിരിക്കുന്നതെന്ന് ആർക്കാണ് ഉറപ്പ്? ഭഗവാന്റെ സകലതും മാറ്റുന്ന ഇവർക്ക് ഇപ്പോൾ സ്വർണം പൂശിയ വാതിൽ കാണാനില്ലതേ.
അത് വലിയ വാർത്തയായിട്ട് വന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ശബരിമലയിൽ നടക്കുന്ന ഫീച്ചർ പോലൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ പോയി എന്നുള്ളത് മാത്രമല്ല, ഭഗവാന്റെ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനമില്ല. വാജിവാഹനം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഭഗവാന്റെ അയ്യപ്പന്റെ വാഹനം പുലിയൊന്നുമല്ല, കുതിരയാണ്. അയ്യപ്പൻ ഈ പറഞ്ഞ പോലെ ഈ കാട്ടിൽ പുലിപ്പാല് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ പുലിപ്പുറത്ത് വന്നു എന്നേ ഉള്ളൂ. അയ്യപ്പൻ പുലിപ്പുറത്ത് ഒരു തവണയെ സഞ്ചരിച്ചിട്ടുള്ളൂ. പിന്നീട് പോരാളിയായിരുന്ന അയ്യപ്പൻ പുലിയെ കൊണ്ടുവരുന്നതിന് മുമ്പും പുലിയെ കൊണ്ടുവന്നതിന് ശേഷവും എല്ലായിടത്തും പോരാടാൻ പോയത് കുതിരപ്പുറത്താണ്. അതാണ് വാജിവാഹനം എന്ന് പറയുന്നത്. ആ വാജിവാഹന രൂപം കൊടിമരത്തിന് മുകളിൽ അത് കാണാനില്ല. ഇനി ശ്രീകോവിലില്ലേ, അതും തുറക്കുമ്പോഴാണല്ലോ ഭഗവാനെ കാണുന്നത്. ആ ശ്രീകോവിലിന്റെ വാതിൽപ്പാളികൾ സ്വർണം പൂശിയതായിരുന്നു, അത് കാണാനില്ല. സ്വർണം പൊതിഞ്ഞ പഴയ വാതിലുകൾ അവിടെ, അത് മാറ്റി സ്ഥാപിച്ചു. അപ്പൊ പഴയതെന്തി എവിടെ കൊണ്ടുപോയി? ശ്രീകോവിൽ, ഭഗവാന്റെ ശ്രീകോവിലല്ലേ? അതെ. ശ്രീകോവിലിന്റെ ആ ഭഗവാനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആരാണ്? ആ വാതിൽപ്പാളികളാണല്ലേ. തടയടയ്ക്കുമ്പോൾ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരുന്ന് ഒരു മരം അതിൻ്റെ സായുജ്യം തേടി പരമപദത്തിലെത്തിയ ആ വാതിലുകൾ എവിടെ പോയി? ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരിമാരാകുന്ന അടികളോട് ചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ടെന്നാണ് പറയുന്നത്. ശ്രീകോവിലിന് അകത്ത് കാണുന്നത് പുറത്ത് പറയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരാശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. പരാശക്തിയെ പൂജിക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ആ ശ്രീകോവിലിനുള്ളിൽ നടക്കാറുണ്ട്. അകത്ത് കാണുന്നതൊന്നും പുറത്തു പറയത്തില്ല എന്നു പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിലെ അടിക പൂജാരിയാവുന്നത്. അതുപോലെ ഭഗവാന് ശബരിമലയിൽ വരുമ്പോൾ ഒരു മേൽശാന്തി ചുമതല ഒഴിഞ്ഞ് അടുത്ത മേൽശാന്തി ചുമതല ഏൽക്കുമ്പോൾ കാതിൽ രഹസ്യമായി പറഞ്ഞു കൊടുക്കും അയ്യപ്പൻ്റെ മൂലമന്ത്രം. അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട്. അത്ര പവിത്രമായി നിൽക്കുന്ന ആ ശ്രീകോവിലിൻ്റെ കാവലായിരുന്ന വാതിൽപ്പാളികൾ മാറ്റി. പരമപവിത്രമല്ലേ? അതിൽ സ്വർണം പൊതിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണം പൊതിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ശ്രീകോവിൽ പാളികൾ എന്ത് ചെയ്തു? മാറ്റിയപ്പോൾ നിങ്ങൾ കത്തിച്ച് വിറകിന് ഉപയോഗിച്ചോ? അതോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ? ഒരിക്കലുമല്ല. ഇത് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം ചോദിക്കുന്ന കോടികളാണ്. സംശയമുണ്ടോ? അതെവിടെ പോയി? അതിൽ സ്വർണം ഉണ്ടെങ്കിലും സ്വർണം ഇല്ലെങ്കിലും, പക്ഷെ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളികളായിരുന്നു. അതവിടെ പോയി. ഇത് ഹൈക്കോടതി ചോദിച്ചതാണ്. ഹൈക്കോടതിന് മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, നമ്മൾ ഒരാളും കൊടുത്ത ഹർജിയല്ല, ഒരാളും കൊടുത്ത കേസല്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ കയ്യിലെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഒരു പരിപാടി ആലോചിച്ചപ്പോൾ അയ്യപ്പൻ ജസ്റ്റിസുമാരായ എ വിജയരാഘവനോടും ജസ്റ്റിസ് KV ജയകുമാറിനോടും പറഞ്ഞ് ആ കേസങ്ങ് എടുക്ക്, സുവമോട്ടോ എടുക്കാൻ പറഞ്ഞു. ഭഗവാൻ കൊടുത്ത കൽപ്പന പ്രകാരം കോടതി എടുത്താണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ എല്ലാ ഗ്ലാമറും പോയില്ലേ? കംപ്ലീറ്റ് പോയി. ജനം തെരുവിലിറങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അയ്യപ്പനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ദേവസ്വം ബോർഡ് എങ്ങനെയൊക്കെ വിറ്റു കൊള്ളയടിച്ചു എന്ന് ജനങ്ങളുടെ സമക്ഷം എത്തിക്കാൻ ഭഗവാന്റെ ഇടപെടൽ വഴിയാണ് ജസ്റ്റിസ് എ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും ഇത് സുവമോട്ടോയായി ഏറ്റെടുത്തത്. പണി പാളിപ്പോയി, പെട്ടുപോയി. അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത്രയും ഡാമേജ് ഉണ്ടാവത്തില്ലായിരുന്നു. ഏതായാലും വലിയ വലിയ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ഇയാളൊരു മെയിൽ അയച്ചു, ഇമെയിൽ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ എന്നറിയോ? അതെ, ഈ സ്വർണ്ണമൊക്കെ പൂശിക്കഴിഞ്ഞിട്ടും ഒരുപാട് സ്വർണ്ണം എൻ്റെ മിച്ചമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ദേവസ്വം ബോർഡ് കുറച്ച് പെമ്പിള്ളയുടെ കണക്ക് തന്നാൽ അവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാമെന്ന്. ഭഗവാന് വേണ്ടി കിട്ടിയ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ച് അല്ലെ സ്വർണം പൂശിയതിന് ശേഷം മിച്ചമുള്ളത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണി? അയാൾ പറയാണ് ദേവസ്വം ബോർഡ് ലിസ്റ്റ് തന്നാൽ ആ സ്വർണം കൊണ്ട് ഞാൻ കുറച്ച് കല്യാണം നടത്താം. ഭഗവാന്റെ മുതലത്. അത് മാത്രമല്ല, ഇയാൾ ചെയ്ത മറ്റൊരു കാര്യം അറിയാമോ? ഇയാൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഭഗവാന്റെ ദേവസ്വം ബോർഡിൻ്റെ ആണല്ലോ ഈ മുതൽ, ഭഗവാന്റെ അല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഈ മുതൽ സ്വർണം പൂശിയതിന് ശേഷം അതിന് വാറണ്ടി കാർഡ് കിട്ടും. വാറണ്ടി കാർഡ് ആരുടെ പേരിലാണ് ഉണ്ടാവേണ്ടത്? ദേവസ്വം ബോർഡിൻ്റെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് വാറണ്ടി കാർഡ്. അതെങ്ങനെ ശരിയാവുന്ന ദേവസ്വം ബോർഡിലെ ഉണ്ണാക്കന്മാരായ പ്രസിഡന്റുമാർ ചോദിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടില്ല.
എങ്ങനെ തനിക്കെങ്ങനെയാണോ വാറണ്ടി വരുന്നത്? ഇത് ഈ അമ്പലത്തിന്റെ മുതലാണ്, ആര് കൊടുത്താലും. ക്ഷേത്രത്തിന്റെ പേര് സിനു ഒരു 5 പവന്റെ ഒരു മാല അയ്യപ്പന് കൊടുത്തിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സിനു പറയാ ആ മാല ഞാൻ തന്ന എനിക്ക് അവകാശം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, നടക്കില്ല. ദേവസ്വം ബോർഡിന്റെയാണ്. ദേവസ്വം ബോർഡിന് സ്പോൺസർ കൊടുത്ത വാറണ്ടി വസ്തുവിന്റെ സ്വർണ്ണപ്പാളിയുടെ വാറണ്ടി കാർഡ് അതിന്റെ സ്പോൺസർ അല്ല, അവൻ സ്പോൺസർ പോലെ അവൻ പോസ്റ്റ്മാനായിരുന്നു. കരക്കാരുടെ നിന്ന് കാശ് പിരിച്ചിട്ട് ഇവൻ സ്പോൺസർ എന്നുള്ള ഭാവത്തിൽ പെയിന്റ് അടിക്കും. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല ഇയാള്. 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു മനുഷ്യനാണ്. എവിടെയൊക്കെ പൂജയൊന്നും അറിയത്തില്ല, എവിടെയോ വന്ന് കൂടി ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുടെ അസ്മാദിയായിട്ട് കൂടി അമ്പലത്തിൽ വരുന്ന VVIPകളുടെയും സമ്പന്നരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ അവർക്ക് ദർശനത്തിന് സൗകര്യം കൊടുത്ത് അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ശബരിമല കാര്യം പ്രസാദം അയച്ചു തരാം, അത് ചെയ്യാം, നിങ്ങൾ വരുമ്പോൾ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ബന്ധങ്ങളുണ്ടാക്കി വലിയ ഇടപാടുകൾ. നമുക്കങ്ങനെയാണ്, ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വിശ്വാസമുള്ളപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം വരും. സന്തോഷം, അതെ. ആ സന്തോഷം ചൂഷണം ചെയ്ത് വന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ പോറ്റി എന്ന് പറയുന്നത് മലയാള ബ്രാഹ്മണരല്ല കേട്ടോ, അറിയാമോ? പോറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പൂതിരിമാർ കേരളത്തിൽ ഒരു കാലത്ത് പൂജാവിധികൾ ചെയ്യില്ല എന്നോ രാജാവോ മറ്റോ ആയിട്ടോ, എൻ്റെ ചരിത്രം എനിക്ക് മുഴുവൻ അറിയില്ല, ഞാൻ പറയുന്നതിൽ സാങ്കേതികമായ തെറ്റുണ്ടാവും. എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്പൂതിരിമാർ ക്ഷേത്ര ചടങ്ങുകൾ ചെയ്യില്ല എന്ന മറ്റൊരു പ്രതിഷേധം മറ്റോ ഉണ്ടായപ്പോൾ അവരെ തോപ്പിക്കാൻ വേണ്ടി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളാണ് ഈ പോറ്റിമാർ. ആന്ധ്രക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആന്ധ്ര വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആന്ധ്രയിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം. ഏതായാലും ഇയാൾ എന്തിനാണ് ശബരിമലയിലെ എല്ലാ വർക്കുകളും സ്വർണ്ണ പ്ലേറ്റിംഗ് അടക്കമുള്ള വർക്കുകൾ നിരന്തരം ചെന്നൈക്ക് കൊണ്ടുപോകുന്നതിനാണ്? ശബരിമലയിൽ വലിയ സ്വാധീനമുള്ള ഒരാളുണ്ടല്ലോ, ഭക്തരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലേ ആ നടയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സുനിൽ സ്വാമി മുതലമടയല്ലേ, വേറൊരു സുനിലുണ്ട് അല്ലേ? സുനിൽ സ്വാമി എന്ന് വിളിക്കുമായിരിക്കും. സുനിൽ സ്വാമി കൊട്ടാരക്കരയോട്ടുള്ള സുനിൽ സ്വാമിയുടെ ഒരു സഹോദരനുണ്ട്, ശശി എന്നാണ് പേര്. ശശിക്ക് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ശബരി എന്നാണ്. അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടാണ്. അതിൽ മലയാളത്തിൽ ഒരു പ്രധാനപ്പെട്ട സിനിമാ നടന് ഈ ശബരി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ആ സിനിമാ നടൻ വലിയൊരു അയ്യപ്പ ഭക്തനുമാണ്. ആ അയ്യപ്പ ഭക്തന് ഭക്തി മൂത്ത് പുള്ളി കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുനിലുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ശബരി ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ഇതും ശബരി ഗ്രൂപ്പിലെ ശശി എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് ഡീറ്റെയിൽസൊക്കെ അറിയാം. കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവുകളില്ലാതൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല. അവർ ഈ ശബരിമല സുനിലിനെ പേര് ഞാനും പറയാൻ കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് നമ്മൾ കേട്ടതൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഞങ്ങൾ വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ശബരിമലയെ ശരിയാക്കും എന്നുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.